വേശ്യ കോളനിയിൽ പോകരുത് എന്ന് പലരും എന്നെ ഉപദേശിച്ചു. ഒരു ദിവസം ഒരു വിചിത്രമായൊരു സംഭവം ഉണ്ടായി. ഞാൻ ആ കാലഘട്ടത്തിൽ കാർമൽ ആശുപത്രിയിൽ കുർബാന ചെല്ലാൻ പോകുമായിരുന്നു എല്ലാ ബുധനാഴ്ചയും. എല്ലാ ബുധനാഴ്ച കുർബാന കഴിയുമ്പോൾ സിസ്റ്റേഴ്സ് ഒരു ഗ്ലാസ് കാപ്പി എനിക്ക് തരാറുണ്ട്. പതിവ് പോലെ ബുധനാഴ്ച കുർബാന കഴിഞ്ഞ് 2 സിസ്റ്റേഴ്സ് എനിക്കൊരു ഗ്ലാസ് കാപ്പിയുമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ വിഷമം വിചാരിക്കരുത്, അച്ഛനോടൊരു കാര്യം പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ ഈ പുറകിലുള്ള വേശ്യ കോളനിയിൽ പോകുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അവിടെ പോകരുത്. അല്ലെങ്കിൽ തന്നെ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ചീത്തപ്പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളും ഞാനും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സന്യാസത്തിലേക്ക് വന്നത്? വേശ്യകളുടെയും ചുങ്കക്കാരൻ്റെയും പാപികളുടെയൊക്കെ ദാസനായ യേശുവിനെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഗും എടുത്ത് അപ്പൻ്റെ കൈ പിടിച്ച് ഈ കന്യാസ്ത്രീ മഠത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുകയല്ല ചെയ്യേണ്ടത്. ഒരച്ഛന് വേശ്യകളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ലിമിറ്റേഷൻ നിങ്ങൾക്കറിയാം. യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. ആ സിസ്റ്റേഴ്സ് ആകെ അമ്പരപ്പെട്ട് ഒന്നും പറയാതെ ആകെ മിഴിച്ചവിടെ നിന്നു. ഞാൻ കാപ്പിയും കുടിച്ച് തിരിച്ചു പോകുന്നു. പക്ഷേ അതിന് വലിയ ഒരു റിസൾട്ടുണ്ടായി. അടുത്ത ബുധനാഴ്ച ഞാൻ കുർബാന കഴിഞ്ഞ് കാപ്പി കുടിക്കാനായിട്ട് ചെന്ന സമയത്ത് അവിടുത്തെ മദറും 2-3 സിസ്റ്റേഴ്സും കൂടി എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ആ സിസ്റ്റേഴ്സിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പേടി കൊണ്ടാണ് അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ പോകുന്നുണ്ടെങ്കിൽ 2 സിസ്റ്റേഴ്സ് ഒരാളെ കാണിച്ചു തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇത് റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്സാണ്. ഈ ഹെഡ് മിസ്ട്രസ് സിസ്റ്ററും വേറൊരു സിസ്റ്ററും അച്ഛനെ സഹായിക്കും. ഞങ്ങളും അച്ഛനോടൊപ്പം പ്രവർത്തിക്കാം. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഒരുമിച്ച് നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാം. ആ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണം. ഇങ്ങനെ അവരും വീട് സന്ദർശനത്തിനും എന്നോടൊപ്പം സഹകരിച്ച് ഈ കോളനിയിൽ വരാൻ തുടങ്ങി. ദൈവം ആദ്യം പലപ്പോഴും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് ഒറ്റയ്ക്കായിരിക്കും. പലരും നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ പുറപ്പെട്ടാൽ അനേകം പേര് നമ്മെ സഹായിക്കും. ഇതെൻ്റെ ജീവിത അനുഭവമാണ്. മദർ തെരേസയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നാം കണ്ടുമുട്ടുന്നത്. ദൈവം നൽകിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.